ശാസ്ത്രീയ വേദപഠനം ക്ലാസ് ബ്രഹ്മം തൊട്ടുകൂട്ടാൻ ക്ലാസ് 42 ഒക്ടൽ റൂളും അഷ്ടദിക്പാലകരും. നമ്മൾ കണ്ടത് കെമിസ്ട്രിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കെമിസ്ട്രിയിലെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതിലേക്കാണ് പോകുന്നത്. നമ്മൾ ചെറിയ കാര്യത്തിലേക്കൊന്നുമല്ല. ഇതുവരെ പഠിക്കാത്തവർക്കെല്ലാം വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് വേദങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മൾ സയൻസ് ചേർത്ത് കൊണ്ട് നോക്കുകയാണ്. അപ്പം നമുക്കറിയാം, ആറ്റത്തിൻ്റെ നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂട്രോണിന് ചാർജില്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ഒരു പ്രോട്ടോണാണ് ഉള്ളതെങ്കിൽ ഒരു ഇലക്ട്രോൺ അതിൻ്റെ ചുറ്റും ഓർബിറ്റിൽ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരാറ്റം. 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 2 പ്ലസ് ഉണ്ട്, അപ്പോൾ 2 മൈനസുമാണ്. 2 ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കും. 3 ഉണ്ടെങ്കിൽ 3 എണ്ണം ചുറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഉണ്ടാകുന്നു. ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനുള്ളൊരു സൂക്തത്തിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. അത് നമുക്ക് ഒന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 7 സൂക്തം 36-5. ഋഷി വസിഷ്ഠൻ ദേവതാ വിശ്വദേവന്മാർ ഛന്ദസ് പന്തി തിഷ്ടുപ്പ് യജന്തേ അസ്യ സഖ്യം വയശ്ച നമസ്സിനാ സ്വഇർദസ്യ ധാമൻ വിപ്രക്ഷോ ബാബധേ നിർഭിസ്തവാന ഇദം നമോ രുദ്രായ പ്രേഷ്ഠം. രുദ്രൻ സ്തുതികളാൽ പ്രസന്നനായി അന്നം ദാനം ചെയ്യുന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്തുതികളാൽ പ്രസന്നരായാൽ രുദ്രൻ അന്നം തരും. സ്തുതികളെ കൊണ്ട് രുദ്രനെ ആറ്റത്തെ പ്രസന്നമാക്കിയ, സ്തുതികളാൽ എന്ന് പറഞ്ഞാൽ വേദ സയൻസിലൂടെ അല്ലെങ്കിൽ ആധുനിക സയൻസിലൂടെ രുദ്രനെ പ്രസന്നമാക്കിയാൽ രുദ്രൻ എന്ത് തരും? നമുക്ക് അന്നം തരും എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങൾ വേണ്ടോ അതെല്ലാം തരും. ഹൈഡ്രജന് പുറത്തൊരു ഇലക്ട്രോൺ ഉണ്ട്. അതിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ, ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈഡ്രജനെ ചേർത്തുകൊണ്ട്, ഹൈഡ്രജനെ വേറെ ഹൈഡ്രജനെ ചേർത്തുകൊണ്ട് പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാം. വെള്ളം ഉണ്ടാക്കണമെങ്കിൽ 2 ഹൈഡ്രജൻ്റെ ഒപ്പം ഓക്സിജൻ ചേർത്താൽ മതി. ഇപ്പം കൂട്ടിച്ചേർത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനവും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, രുദ്രനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സാധനങ്ങളും പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുന്നു, നമ്മളടക്കം ഉണ്ടായിരിക്കുന്ന ഈ ഹൈഡ്രജനും പോലെയുള്ള ആറ്റങ്ങൾ കൂടിച്ചേർത്തിട്ടാണ്. ആറ്റം പലതരത്തിലുണ്ടല്ലോ. ഒരു പ്രോട്ടോൺ അങ്ങനെ ഒരു ഇലക്ട്രോൺ, അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം. 2 പ്രോട്ടോൺ നടുവിലുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ കിട്ടുന്ന വേറൊരു ആറ്റം. ഇങ്ങനെയുള്ള ആറ്റങ്ങളെ പലതരത്തിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിലുള്ള എന്ത് കൂട്ടിച്ചേർക്കണ്ടെങ്കിൽ രുദ്രനെ തൃപ്തിപ്പെടുത്തണം. എന്താണ് രുദ്രനെ തൃപ്തിപ്പെടുത്താൻ വേണ്ട തത്വം? അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ആധുനിക കെമിസ്ട്രി പ്രകാരം ഒക്ടറ്റ് റൂൾ അനുസരിച്ചാണ് ആറ്റത്തിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്താണ് ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ അകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര ഇലക്ട്രോണ് പുറത്തുണ്ടായിരിക്കും. പക്ഷേ ഈ ഇലക്ട്രോണ് ആറ്റത്തിൻ്റെ പുറത്തങ്ങനെ പല ഓർബിറ്റിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓർബിറ്റിലും എത്ര വേണമെന്നുള്ളതിന് ഒരു കണക്കുണ്ട്. ഉദാഹരണമായിട്ട് ഒരു 15 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 15 ഇലക്ട്രോണിനെ വേണം പുറത്ത് ഓർബിറ്റിൽ അറേഞ്ച് ചെയ്യാൻ. അതിൽ ഒന്നാമത്തെ ഓർബിറ്റിൽ 2 പറ്റുള്ളൂ, അപ്പോൾ 2 എണ്ണം. രണ്ടാമത്തെ ഓർബിറ്റിൽ 8 എണ്ണം വരെയാകാം, മാക്സിമമാണ്. അപ്പോൾ 8 2 10 പിന്നെ 5 എണ്ണമാണുള്ളത്. ഈ 5 എണ്ണമാണ് മൂന്നാമത്തെ ഓർബിറ്റിൽ വരുന്നത്.
അപ്പോൾ 15 പകരം ഒരു 20 ഉണ്ട് എന്ന് ചിന്തിച്ചോളൂ. അപ്പോൾ ഒന്നാമത്തേൽ 2, രണ്ടാമത്തേൽ 8, 8 2 10, പിന്നെ 10 ഉണ്ട്. 10 മൂന്നാമത്തെ ഓർബിറ്റിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. കാരണം 18 വരെ അവിടെ വെക്കാം. മൂന്നാമത്തെ ഓർബിറ്റിൽ 18 വരെ ആകാം, നാലാമത്തേൽ 32 വരെ ആകാം. എന്നാൽ ഈ ഒക്ടറ്റ് റൂള് പറയുന്നത് ഏറ്റവും പുറത്ത് വരുന്നതിൽ 8ൽ കൂടുതലാകാൻ പാടില്ല. അപ്പോൾ ഒരു ഓർബിറ്റിൽ 32 വെക്കാൻ പറ്റുമെങ്കിലും അത് ഏറ്റവും പുറത്തെ ഓർബിറ്റ് ആണെങ്കിൽ 8ൽ കൂടുതൽ വെക്കാൻ പാടില്ല. 8 വരെ പാടുള്ളൂ. അപ്പോൾ 20 ഉണ്ടെങ്കിൽ ഒന്നാമത്തേൽ 2 വെച്ച്, രണ്ടാമത്തേൽ 8 വെച്ച്, 8 2 10, പിന്നെ 10 ഉണ്ട്. ആ 10 മൂന്നാമത്തേൽ 18 വരെ വെക്കാമെങ്കിലും വെക്കാൻ പറ്റില്ല. അത് ഔട്ടർ മോസ്റ്റ് ആകുമ്പോൾ 8ൽ കൂടുതലാകാൻ പാടില്ല. അപ്പം പിന്നെ എന്താ ചെയ്യുക? 10 വെക്കാൻ പിന്നെ ഒരു വഴിയുള്ളൂ. 10ൽ 8 എടുത്തിട്ട് അവിടെ വെച്ചിട്ട് 2 നാലാമത്തേൽ വെക്കണം. അപ്പോൾ ഔട്ടർ മോസ്റ്റ് 4ാമത്തെ ഓർബിറ്റ് ആവും. അവിടെ 2 ഉള്ളൂ, 8 കുറവാണ് വരുന്നത്. അപ്പോൾ ഇതാണ് തത്വം. അത് ഒരു തത്വം. അപ്പോൾ എത്രയാണ് 4ാമത്തെ ഓർബിറ്റിൽ എത്രയാണുള്ളത്? 2. വേറൊരു തത്വവും പറയുകയാണ്. ഒക്ടറ്റ് റൂള് പ്രകാരമുള്ള വേറൊരു കാര്യം, ഈ വെക്കുന്നത് തന്നെ 2 വെച്ചാലും ആറ്റത്തിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല. എപ്പോഴും അവസാനത്തേൽ 8 ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും 8 ഉണ്ടാക്കണം. 8 അത് എങ്ങനെയെങ്കിലും 8 ആയിക്കോണം. 2 വെക്കാൻ പറ്റില്ല. ഏറ്റവും പുറത്തേൽ എപ്പോഴും 8 ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും പുറത്തെ 8 പാടുള്ളൂ, അതിൽ കൂടുതലാകാൻ പാടില്ല. അതേസമയം തന്നെ 8 ഉണ്ടാകുകയും വേണം. അപ്പോൾ അതിന് 2 വഴിയുണ്ട്. എനിക്ക് വേറെ വല്ലയിടത്തുനിന്നും വേറെ ആറ്റത്തു നിന്നെല്ലാം വാങ്ങിയിട്ട് അവിടെ ഫില്ല് ചെയ്ത് വിടുക. അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ ഉള്ളതിനെ വേറെ ആർക്കും കൊടുത്തേക്കുക, വേറെ ആറ്റത്തിൽ ആവശ്യമുള്ളതിന്. അപ്പം ഇതുകൊണ്ടാണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളതുമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പം കൂടിച്ചേരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥ എത്തിപ്പോകുന്നുണ്ട്. ഇതാണ് ഒക്ടറ്റ് റൂൾ. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഹൈഡ്രജന് പുറത്ത് ഒന്നേ ഉള്ളൂ, അതിനെ എട്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഹൈഡ്രജന് ഒന്നാമത്തെ ഓർബിറ്റിട്ട് 2 മതി എന്നുള്ളൊരു തത്വമുണ്ട്. അത് ചെറിയ ഓർബിറ്റ് ആയതുകൊണ്ട് അവിടെ മാത്രം 2 മതി, ബാക്കി എല്ലാത്തിനും 8 വേണം. അപ്പോൾ ഹൈഡ്രജന് 7 കിട്ടൂലല്ലോ. അല്ല, ഹൈഡ്രജൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി മതി, 2 ആയാൽ മതി, അത് പോട്ടെ. അപ്പോൾ ഹൈഡ്രജൻ ഒരേ വഴിയേ ഉള്ളൂ, അതിനെടുത്ത് കളയാനേ പറ്റുള്ളൂ. പക്ഷെ ക്ലോറിന് 7 ഉണ്ട്, അതിന് 8 ആക്കണം, 1 വേണം. അപ്പോൾ ഹൈഡ്രജനെ കാണുമ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഇത് 1 കൊണ്ട് നടക്കുകയാണ്. ഇവിടെ ആ റൂള് പ്രകാരം 1 കൊണ്ട് ഇരിക്കാൻ പറ്റൂല ഹൈഡ്രജൻ. അപ്പം ക്ലോറിനെ കാണുമ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിനോട് പറയും, ഇന്നാ പിടിച്ചോ, എൻ്റെ 1 ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ അതിൻ്റെ 8 ആക്കുന്ന പ്രശ്നം തീർന്നു, അല്ലെ 2 ആക്കുന്ന പ്രശ്നം. ഹൈഡ്രജൻ 2 ആക്കിയാൽ മതി. അപ്പം ക്ലോറിൻ എന്തായി? 8 ആയി. ഇപ്പം 2 പേരും സാറ്റിസ്ഫൈഡ്. പക്ഷേ 2 വിട്ടുപോയില്ല, പിന്നെ ഒന്നിച്ചങ്ങ് നടക്കും. അങ്ങനെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നിച്ചങ്ങ് നടക്കും. അങ്ങനെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകും. സോഡിയത്തിന് 1 പുറത്തുള്ളത്, അതിന് 8 പിന്നെ 7 കിട്ടണം. 7 കൊടുക്കില്ല. കാരണം 7 1 കിട്ടിയാൽ മതി. അപ്പം ക്ലോറിന് എത്രയുള്ളൂ? 7 ഉണ്ട്, 1 കിട്ടിയാൽ മതി. സോഡിയത്തിൻ്റെ അടുത്താണെങ്കിൽ 1 ഉണ്ട് താനും. അത് 1 8 പറ്റില്ല. 7 ആരും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പറയും, പിടിച്ചോ, നീ എടുത്തോ എന്ന് പറയും. ഞങ്ങൾ ഒഴിവാക്കിക്കളി ഈ ഒക്ടൽ റൂള് പ്രകാരം. അപ്പം ക്ലോറിന് 8 ഇത് സാറ്റിസ്ഫൈഡ് ആയി. ഇതിൽ പുറത്ത് 8 ഒന്നിക്ക് 8 നിൽക്കണം, ഇല്ലെങ്കിൽ പാടില്ല. അല്ല, 8 കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടി പാടില്ല. പക്ഷെ ആറ്റത്തിൻ്റെ അകത്ത് എത്രയുണ്ടാവും? 8 ഉണ്ടാകാം, 8 കുറവും ഉണ്ടാകാം, 1 ഉണ്ടാകാം. കാരണം 10
പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോണേ പാടുള്ളൂ. ഈ 10 ഇലക്ട്രോണെ ഓരോന്നിലായിട്ട് ഫില്ല് ചെയ്ത് വരുമ്പോൾ അവസാനം വരുമ്പോൾ ചിലപ്പോൾ 1 2 അല്ലേ ഉണ്ടാവും. അപ്പോൾ അവസാനത്തെ ഓർബിറ്റ് 8 ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും എല്ലാം ഒന്നിക്ക് വിട്ടുകൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നിനെ സ്വീകരിച്ചുകൊണ്ടോ എല്ലാം വേണം 8 ആക്കാൻ. അതുകൊണ്ടാണ് ഈ റൂൾ ഉള്ളത് കൊണ്ടാണ് അത് കൂടിച്ചേരുന്നത്. അങ്ങനെയാണ് കൂടിച്ചേരുന്ന പല റേഷ്യോയിലെല്ലാം കൂടിച്ചേരുന്നതിന് പല രീതികളുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത് കാണും. അതിന് ബോണ്ട് എന്നെല്ലാം പറയും. പലതരം ബോണ്ടുകളുണ്ട്. യോജിപ്പിക്കുന്ന പലതരത്തിലാണ് ഈ 8 ആക്കുന്നത്. ആ മെക്കാനിസം എല്ലാം നമുക്ക് കാണാം. കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു റൂള് എവിടെയുണ്ട്? നമ്മുടെ യജുർവേദത്തിലുണ്ട്, സൂക്തമുണ്ട്. ആ സൂക്തത്തിലേക്കൊന്ന് പോകാം. യജുർവേദം അധ്യായം 16 മന്ത്രം 63. ഋഷി പരമേഷ്ടി പ്രജാപിതർ വാ ദേവതാഃ ദേവതാരുദ്രാഃ ഛന്ദ പൂരിഗാർഷ്യ അനുഷ്ഠിത്വ സ്വരഃ ഗാന്ധാരഃ യ ഏതാവന്തശ്ച പൂയാംസശ്ച ദിശോ രുദ്രാവിതസ്ഥിരേ തേഷാം സഹസ്രയോജനേവ ധന്വാനി തന്മസി. ഭാവാർത്ഥം: രുദ്രന്മാർ നിരവധിയുണ്ട്. അവർ ദിക്കുകളുടെ അധിപന്മാരാകുന്നു. ദിക്കുകളെ ഭരിക്കുന്നതും അവർ തന്നെയാണ്. അല്ലയോ രുദ്ര, അങ്ങയുടെ മാരകായുധങ്ങൾ ഞങ്ങൾക്ക് ദോഷം വരുത്തരുത്. രുദ്രന്മാർ നിരവധിയാണ്. ആറ്റങ്ങൾ പലതരത്തിലുണ്ട്. അത് നമുക്കറിയാം. ആറ്റങ്ങൾ പലതരം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണേ ഉള്ളെങ്കിൽ ഒരു ഇലക്ട്രോൺ ചുറ്റും. അപ്പോൾ ഒരാറ്റമായി. പ്രോട്ടോണിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ ചുറ്റും. 3 ഉണ്ടെങ്കിൽ 3, 4 ഉണ്ടെങ്കിൽ 4, 10 ഉണ്ടെങ്കിൽ 10, 50 ഉണ്ടെങ്കിൽ 50, 80 ഉണ്ടെങ്കിൽ 80 ഇലക്ട്രോൺ ചുറ്റും. അങ്ങനെ പലതരം ആറ്റങ്ങളുണ്ട്. ദിക്കുകളുടെ ആധിപത്യം അവർക്കാണ്. അപ്പം ഈ ന്യൂക്ലിയസിൽ ദിക്കുകളുണ്ട്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 4, പിന്നെ തെക്ക്, വടക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള 4. അങ്ങനെ 8 ദിക്കുകൾ. 45 ഡിഗ്രിയിൽ 8 ദിക്കുകളുണ്ട്. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ അതാണ് 8 ദിക്കുകൾ. ഇതിൻ്റെ അകത്താണ് ഇലക്ട്രോൺ എല്ലാം പല ഓർബിറ്റിലുള്ളത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും പുറത്ത് എപ്പോഴും 8 8 കുറവോ ആയിരിക്കും. അപ്പോൾ ഏറ്റവും പുറത്താണ് ആ ദിക്കുകൾ. ദിക്ക് എന്ന് പറഞ്ഞാൽ അറ്റത്താണല്ലോ പറയുക, ഏറ്റവും ദൂരം. ഏറ്റവും പുറത്തുള്ളതിനെയാണ് ദിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 8 ദിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 8 ദിക്കുകൾ ഇതപ്പോൾ ഏറ്റവും പുറത്തെ ഓർബിറ്റ് മാത്രമേ കാണിക്കുള്ളൂ. സാധാരണ കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം, അവസാനത്തെ ഓർബിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. അകത്തുള്ളതിനൊന്നും രാസപ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. പുറത്തുള്ള ഇലക്ട്രോൺ മാത്രം, അതിനാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ പുറത്തുള്ളതിന് മാത്രമേ പങ്കുള്ളൂ. ആ പുറത്താണ് 8 ദിക്കുകളുള്ളത്, 8 സ്ഥാനങ്ങളുണ്ട് 45 ഡിഗ്രിയിൽ. അപ്പം ഈ ദിക്കുകളിൽ ഓരോ ബലങ്ങളുണ്ട്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? നിങ്ങളുടെ മാരകമായ ആയുധങ്ങൾ ഞങ്ങൾക്ക് രോഷം വരുത്തരുത്. അവിടെ വളരെ ശക്തിയുള്ള ബലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ബലമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവിടെ 8 ഇലക്ട്രോണെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് 12 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2 ആദ്യത്തേൽ, പിന്നത്തേൽ 8, 8, 2, 10, പിന്നത്തേൽ 2 അപ്പം ഈ 8 സ്ഥാനങ്ങളിൽ 2 സ്ഥാനത്ത് മാത്രമേ ഇലക്ട്രോൺ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് 8. പക്ഷേ നിയമം അത് അനുവദിക്കുന്നില്ല. മാക്സിമം 8 പാടുള്ളൂ, പക്ഷേ 8 ഉണ്ടായിരിക്കണം. അല്ലാതെ ആറ്റത്തിന് നിലനിൽക്കാൻ പറ്റില്ല.
അപ്പൊ ഇവിടെ കുറെ 8 ബലങ്ങൾ, മാരകമായ ബലങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ബലങ്ങളാണ് എവിടെ നിന്നെങ്കിലും പുറമേയുള്ള ആറ്റങ്ങളിൽ നിന്നെല്ലാം ഇലക്ട്രോണെ പിടിച്ചിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം വേറെ ആറ്റുമായിട്ട് പിടിച്ചു കൊടുക്കുമ്പോൾ ആറ്റവും കൂടി ഒന്നിച്ചു വരുമല്ലോ. അങ്ങനെയാണ് ആറ്റങ്ങൾ, പലതരം ആറ്റങ്ങൾ കൂടിച്ചേരാനും പുതിയ വസ്തുക്കൾ ഉണ്ടാകാനും പ്രേരകമാകുന്നത്. ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ ഇലക്ട്രോണിനെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ചുറ്റിക്കുന്നതിൻ്റെ ഫലമാണ്. ഇപ്പം ഈ 8 സ്ഥലത്തിരിക്കുന്ന ശക്തികൾ, ആ ശക്തികൾക്കാണ് വേദത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. ആ 8 സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ശക്തികൾക്ക് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, കുബേരൻ, ഈശൻ, ഇങ്ങനെ 7 ശക്തികൾക്ക് 7നും 7 ശക്തികളായിട്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള 8 സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഈ ശക്തികൾ, അവരുടെ ജോലി എന്താണ്? അവരാണ് എന്ത് പറയുന്നത്? അതിൻ്റെ ഭരണം അവർക്കാണ്, ആധിപത്യം അവർക്കാണ്. അതെല്ലാം ആറ്റം, അതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഈ ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഉള്ളത്, അതിനാണ് പ്ലസ് ചാർജ്. അതാണ് ഇവിടെയുള്ള ഇലക്ട്രോണിനെ ആകർഷിച്ച് ഇവിടേക്ക് എത്തിക്കുന്നത്. ഈ സ്ഥലത്ത് എവിടെയെങ്കിലും ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ ആകർഷിച്ചിട്ട് ഇവിടെ ഈ സ്ഥാനങ്ങളിൽ ഫില്ല് ചെയ്യാൻ ശ്രമിക്കും ഈ ന്യൂക്ലിയസ്. അതുകൊണ്ട് ഇതിൻ്റെ ആധിപത്യം ഈ ന്യൂക്ലിയസിന് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ബലങ്ങൾ, അപ്പോൾ ഇവിടെ 8 ബലങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബലങ്ങൾക്കാണ് അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോണുകളെ, ആ സ്ഥാനത്ത് ഒരു ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കണം. അപ്പോൾ ഒരാറ്റത്തിന് നടുവിൽ 12 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 2 എണ്ണം ഒന്നാമത്തേൽ, പിന്നത്തേൽ 8, 8 2 10, പിന്നെ 2 എണ്ണം പുറത്തായിരിക്കും. പക്ഷേ ആ 2 മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, ആറ്റം തന്നെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിക്കിൽ 2ൻ്റെ കൂടെ ഇവിടെയുള്ള അഷ്ടദിക്പാലക എന്ത് വേണം? ഈ 2ൻ്റെ കൂടെ ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് എവിടെന്നെങ്കിലും ഇലക്ട്രോണെ പിടിച്ച് ഇവിടെ കൊണ്ടുവിടണം. അല്ലെങ്കിൽ 2നെ അടുത്ത് ദൂരെ കളയണം. അവിടെ 2 പാടില്ല. 8ൽ കുറഞ്ഞ് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും 8ആക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഉള്ളതിനെ എടുത്ത്, പറ്റൂല്ലെങ്കിൽ എടുത്ത് വല്ലവർക്കും കൊടുക്കുക. ഇതാണ് ആറ്റങ്ങളെ മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരാൻ. എല്ലാ ആറ്റത്തിനും ഈ പ്രശ്നമുണ്ട്. 8 ഇല്ലാത്തത്. 8 ഉള്ളതിനൊരു കുഴപ്പമില്ല. 8 ഇല്ലാത്ത എല്ലാ ആറ്റങ്ങളും നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവയിൽ നിന്ന് എടുക്കുകയോ ഏതിനൊക്കെ അധികം ഉണ്ടെങ്കിൽ വിട്ട് കളയും. ഉദാഹരണമായിട്ട് ഒരാറ്റത്തിൻ്റെ അകത്ത് 1 ഉള്ളുവെങ്കിൽ വിട്ട് കളയും. കാരണം 7 എണ്ണം കിട്ടാൻ പോകുന്നില്ല, 8 എണ്ണം വേണമല്ലോ, 7 എണ്ണം കിട്ടാൻ പോകുന്നില്ല. അപ്പം അത് ആർക്കെങ്കിലും വേണം, എന്നാ പിടിച്ചോ, അല്ലെങ്കിൽ എന്നാ പിടിച്ചോ എന്ന് മറ്റും കൊടുക്കും. 2 എണ്ണം ആണെങ്കിലും കൊടുക്കാനാണ് സാധ്യത, കാരണം 6 എണ്ണം കിട്ടാൻ പോകുന്നില്ല. 3 ആണെങ്കിലും കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ്, കാരണം 5 എണ്ണം വേണം. 4 ആകുമ്പോൾ 50-50, 4 കിട്ടാനും 4 കൊടുക്കാനും. അപ്പം കുറച്ച് കൊടുക്കാനുള്ള സ്വഭാവം കുറയും, എടുക്കാനുള്ള സ്വഭാവം വരും. 7 എണ്ണം ഉള്ളതാണെങ്കിൽ ഒരിക്കലും കൊടുക്കില്ല, കാരണം അതിന് 1 കിട്ടിയാൽ മതി, എവിടെ തന്നെ കിട്ടിക്കൊള്ളും. അപ്പോൾ ഈ കൊടുക്കാനും എടുക്കാനുള്ള സ്വഭാവമാണ് ആറ്റത്തിൻ്റെ സ്വഭാവമായിട്ട് മാറുക. അസിഡിക് പ്രോപ്പർട്ടി, ബേസിക് മറ്റേ ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നീ പ്രോപ്പർട്ടികളെല്ലാം അവിടെ കയറി വരും. അങ്ങനെ സ്വഭാവ വിശേഷങ്ങൾ വരും. അപ്പോൾ ഒരെലക്ട്രോണുള്ള ഒരു സാധനം ഇങ്ങനെ വലിയ പുറത്ത്, ഈ പറയുന്നതല്ലോ പുറത്തുള്ള എണ്ണം മാത്രമാണ് ഇനി ഉള്ളൂ, അകത്തുള്ളതിന് വലിയ കാര്യമൊന്നുമില്ല. എത്ര ഇലക്ട്രോൺ ഉണ്ടെങ്കിലും പുറത്തുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരു ഇലക്ട്രോൺ മാത്രം പുറത്തുള്ള ഒരു ആറ്റം ഇനി എങ്ങനെയെങ്കിലും ഒന്നിനെ ഒന്ന് കളയണം എന്നുള്ള ചിന്താഗതിയായിരിക്കും. ഒരു 7 എണ്ണം ഉള്ളതിന് ഒന്ന് കിട്ടണം എന്നുള്ള ചിന്താഗതിയായിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ അടുത്തെത്തുമ്പോൾ ഈ ഇലക്ട്രോൺ നേരെ ഇപ്പുറത്തേക്ക് കാണും. എന്നിട്ട് ഇവ 2 ഒന്നിച്ച് നടക്കും. അങ്ങനെയാണ് ഹൈഡ്രജൻ 1 ഇലക്ട്രോണാണ് പുറത്തുള്ളത്, അത് കൊടുക്കാൻ തയ്യാറായി നടക്കുകയാണ്. ക്ലോറിന് 7 എണ്ണം കൊണ്ട് 1 വേണം, അതെടുക്കും. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകും. സോഡിയത്തിന് 1 ആണുള്ളത്,
ക്ലോറിന് 7 എണ്ണം ഉണ്ട്. അപ്പോൾ സോഡിയം 1 കൊടുക്കും, ഇലക്ട്രോൺ 1 വേണം. 7 എണ്ണം അല്ലേ ഉള്ളൂ, 1 കിട്ടണം. അപ്പോൾ സോഡിയം അതിൻ്റെ ഒന്നങ്ങ് കൊടുത്തേക്കുന്ന പിടിച്ചോടും വന്നു. ക്ലോറിൻ അതിനെ എടുക്കും, അത് 8 ആക്കും, ഇവിടെ ഉള്ളതങ്ങ് ഒഴിവാക്കും. അങ്ങനെ സോഡിയം ക്ലോറിൻ കുടിച്ചാൽ ഉപ്പായി മാറും. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മളെ ശരീരടക്കം ഉണ്ടായിരിക്കുന്നത്. ഈ അഷ്ടദിക്പാലകരാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയസും രണ്ടും കൂടിയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിവിശേഷം ഈ ഏറ്റവും പുറത്തുള്ള 8 ദിക്കുകളുടെ അധിപന്മാരാണ്. അതുകൊണ്ടാണ് അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര സങ്കല്പങ്ങളിലും നമുക്കറിയാം നടുവിലാണ് ന്യൂക്ലിയസ് ഉള്ളത്, അവിടെയാണ് ദൈവം ഉള്ളത് എന്നുള്ളൊരു സങ്കല്പം, ബിംബം നടുവിൽ ഈശ്വരൻ എന്നൊരു സങ്കല്പം. എല്ലാം ഈ ന്യൂക്ലിയസ് ആണ് സംഗതി. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ നടുവിലുള്ള ഈ രുദ്രനാണ്. അപ്പം നടുവിൽ ആ ബിംബമുണ്ട്. ബിംബത്തിന് ചുറ്റും ഒരു 8 ബലിക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. ബലിക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ ബലിദാനം എന്നുള്ള അർത്ഥം, ദാനം, ബലി കൊടുക്കുക. അതായത് ഒന്നിൻ്റെ ആ ഇലക്ട്രോണിനെ കൊടുക്കുകയോ പങ്കുവെക്കുകയോ എന്തോ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ അഷ്ടദിക്പാലകർ. അതിൻ്റെ പ്രതീകമായിട്ടാണ് ബലിക്കല്ലുകൾ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ആറ്റത്തിൻ്റെ ഘടന തന്നെയാണ് അവിടെ ഒരു രൂപത്തിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാറ്റം ഇലക്ട്രോണിൻ്റെ അടുത്ത് മറ്റേത് കൊടുത്തേക്കുകയാണ്, പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട്. കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, കാരണം ഇലക്ട്രോണും പ്രോട്ടോണും തുല്യമായിരിക്കണം. ഒരാറ്റത്തുനിന്ന് ഒരു ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് വരികയാണ്. 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ വേണം. അതിൽ 11 ഉണ്ടെങ്കിൽ 11 വേണം. അതിൽ നിന്നാണ് ഒന്നിനെ കളയാൻ ശ്രമിക്കുന്നത്. പക്ഷെ കളയാതിരിക്കാനും പറ്റില്ല, കാരണം 8 പാടുള്ളൂ. 8 കുറഞ്ഞു പോയാൽ അങ്ങനെ സമ്മതിക്കുകയില്ല. ഒന്നിക്ക് കളഞ്ഞോളൂ, അല്ലെങ്കിൽ വേറെ എവിടെന്നൊക്കെ സംഘടിപ്പിച്ചെടുത്തോളൂ. അതുകൊണ്ട് ഒരു ബലി തന്നെയാണ്, ബലിദാനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ബലിക്കല്ലുകൾ എന്ന് പറയുന്നത്. ഈ അഷ്ടദിക്പാലകർ യഥാർത്ഥത്തിൽ ആറ്റത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഇവിടെയുള്ള ബലങ്ങളാണ്. ന്യൂക്ലിയസിൻ്റെ ബലത്തിനെയാണ് രുദ്രൻ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ ചാർജാണ് ഇലക്ട്രോണിനെ മറ്റുള്ളതിൽ നിന്നും ആകർഷിച്ചു കൊണ്ടുവരുന്നത്. അതേസമയം ഈ 8 സ്ഥാനങ്ങളിൽ എന്തുണ്ട്, അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അവിടെ എപ്പോഴും ഇലക്ട്രോൺ ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെയെങ്കിലും. ഈ വൈദ്യുതി കൊടുക്കുക എന്നെല്ലാം പറയുന്നത് ഈ ഇലക്ട്രോണാണ് പോയി കളയുന്നത്. ഈ ഇലക്ട്രോൺ അങ്ങ് പോയി കളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരും, ഇതിങ്ങോട്ടേക്ക് വരും. പിന്നെ ഇവിടെ നിന്നെല്ലാം കൂടിയിട്ട് അത് ഇലക്ട്രോൺ ഇവിടെ സംഘടിപ്പിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇടിമിന്നലെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഇലക്ട്രോൺ മാറ്റപ്പെട്ടിട്ടുണ്ട്, ചാർജായി മാറിയിട്ടുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ച് അവിടത്തേക്ക് കൊണ്ടുവരും. കാരണം ഈ 8 സ്ഥാനം ഫില്ല് ചെയ്യണം. അത് ഇലക്ട്രോൺ ഇറങ്ങി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ശക്തി കിട്ടുമ്പോൾ ചിലപ്പോൾ ഇറങ്ങിയൊക്കെ പോയി കളയാത്. ആ അധികം നമ്മൾ ചൂടെല്ലാം കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺ നല്ല ശക്തി അങ്ങ് കയറുമ്പോൾ അത് ഈ ആ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് എടുത്തങ്ങ് ഓടിക്കളയും. അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത്. കുറേ ചൂട് കിട്ടുമ്പോൾ ആ പുറത്തുള്ള ഇലക്ട്രോൺ അങ്ങ് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പോയി കഴിഞ്ഞാലും ഇത് സമ്മതിക്കും, ഇത് വേറെ ഏതിനെങ്കിലും പിടിച്ച് അവിടെ ഇടും. അവിടെ ഒഴിഞ്ഞു കിടക്കാൻ സമ്മതിക്കില്ല. വേറെ ഏതെങ്കിലും അടുത്തുള്ളതെന്ന് പിടിച്ചാടി ഇടും. അപ്പോൾ അടുത്തുള്ളത് അതിൻ്റെ അടുത്തുനിന്ന് പിടിച്ച് വരും. അങ്ങനെയാണ് ഇലക്ട്രോൺ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങുന്നത്. അതാണ് കമ്പിയിലൂട്ട് ഈ ശക്തി സംഭരിച്ച ഇലക്ട്രോൺ ഒരൊറ്റ കമ്പിയിലൂട്ട് ഓടിയിട്ട് അങ്ങ് പോയി. പിന്നെ അവസാനം തളർന്നു കെട്ടിയിട്ട് എവിടെ തന്നെ എത്തും, ഇവിടെ തന്നെ വരും. അപ്പോഴേക്ക് ഇത് അടുത്തടുത്തുള്ളതിനെ പിടിച്ച് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനത്തിൻ്റെ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ളത്
ഈ അഷ്ടദിക്പാലകർ അത്രയും കൃത്യനിഷ്ഠയോടുകൂടി ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് നഷ്ടപ്പെടാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. അഥവാ അത് പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും വേറെ ഒന്നിനെ അങ്ങ് പിടിച്ച് അവിടെ ഇടും. അപ്പോൾ അവിടെ ഒഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ നിന്ന് പിടിച്ചിടും. അങ്ങനെ ഈ പോയ സാധനം എവിടെയൊക്കെ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് അതിനെ പിടിച്ച് അതിൻ്റെ അവിടെ ഫില്ല് ചെയ്യും. അപ്പം അതിൻ്റെ ഊർജ്ജം നശിക്കുകയും ചെയ്യും. അപ്പം അത്രയും സങ്കീർണമായ ഒരു പ്രവൃത്തി, ഇവിടെ സൂക്ഷ്മമായ പ്രവൃത്തി ഈ 8 ദിക്കുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഷ്ടദിക്പാലകർ. അതൊരു ബലമാണ്. ആ ഒരു ബലമാണ് ഈ എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ആക്ട് ചെയ്ത ശക്തിവിശേഷം. ഇതൊന്നും കെമിസ്ട്രിയിൽ ഇങ്ങനെ പഠിക്കില്ല. കെമിസ്ട്രിയിൽ 8 വേണമെന്നും പറഞ്ഞങ്ങ് വിടും. പക്ഷേ വേദങ്ങൾ അങ്ങനെയല്ല. ഈ ബലങ്ങളെ ഇങ്ങനെ എത്രയോ ബലങ്ങളുണ്ട്, പ്രേരക ശക്തികളായിട്ടുള്ള ബലങ്ങൾ. എവിടെ നിന്ന് തുടങ്ങി? ബ്രഹ്മത്തിൽ നിന്നൊരു ബലം വന്നു. അതാണ് തരംഗമായി ഒഴുകിയത്, അതാണ് കണമായി മാറിയത്. ആ കണമാണ് ഈ ഓർബിറ്റായി മാറിയത്. അത് പിന്നെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ബലമായി മാറി. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന 3 ബലങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ ആ പരമാത്മാവ് എന്നൊരു പ്ലാനുണ്ട്. പ്രപഞ്ചം ഇന്ന തരത്തിലൊരു പ്രപഞ്ചം ഇങ്ങനെ പടിപടിയായി ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. ആറ്റങ്ങളെല്ലാം ഉണ്ടായിട്ട് പല നമ്മളെല്ലാമായിട്ട് മാറിയിരിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ആ പ്ലാനാണ്, പരമാത്മാവെന്ന പ്ലാനാണ്. ആ പ്ലാനിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി കുറേ ബലങ്ങളുണ്ട്. ആ ബലങ്ങളിലെല്ലാം ഇന്ദ്രനെല്ലാം കയറി വരുന്നത്. ഇവിടെയും ഇന്ദ്രനുണ്ട്. ഈ ഇന്ദ്രൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ഈ ഓർബിറ്റിലാണ്. എല്ലാത്തിൻ്റെയും ഇരിപ്പിടം എവിടെയാണ്? ഇവിടെയാണ് വരുണനും ഇരിക്കുന്നത്, അഗ്നിയും ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ആറ്റത്തിൻ്റെ ഈ ഓർബിറ്റിലാണ് അഗ്നീൻ്റെ എല്ലാം ഇരിപ്പിടം. നമ്മളെ വൈദ്യുതിയെല്ലാം ആറ്റത്തിൻ്റെ ഓർബിറ്റിലുള്ള ഈ ഇലക്ട്രോണിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം അഗ്നി ഇരിക്കുന്നതും ഈ ഓർബിറ്റിലാണ്, വരുണനിരിക്കുന്നതും ഈ ഓർബിറ്റിലാണ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ. കുബേരൻ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും ഇരിപ്പിടം അവിടെയാണ്. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള 8 സ്ഥാനങ്ങളിലെ ബലങ്ങളിലൂടെയാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ഈ ഇലക്ട്രോൺ എങ്ങനെയും ഉണ്ടാക്കിയെടുക്കണം. ഇലക്ട്രോൺ ഇല്ല, ഷോർട്ടേജാണ്. കാരണം പ്രോട്ടോണ് കൃത്യമായ ഇലക്ട്രോണുണ്ട്, എല്ലാ ആറ്റത്തിലുണ്ട്. പക്ഷെ അതല്ലല്ലോ, ഈ 8ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിൽക്കാൻ പാടില്ല, 8ൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും പുറത്ത് 8ൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. 8 ഉണ്ടാകണം, വേണം. 8 ഉണ്ടായേ പറ്റൂല്ലെങ്കിൽ അതിനടുത്ത് കളയണം. ഈ ഒരു തത്വം അവിടെയുള്ള ആ ഒറ്റ റൂളാണ്. ആ 8 ദിക്കിൽ കിടക്കുന്ന ആ ശക്തി വിശേഷങ്ങളാണ്. അതെല്ലാം ഒരു ഒറ്റ റൂൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രേരക ശക്തിയാണ്. ഒന്നിക്കിൽ 8 ഉണ്ടാക്കിയെടുത്തോളണം, അല്ലെങ്കിൽ കളഞ്ഞോളണം. അപ്പം ഈ ആറ്റങ്ങളിലുള്ള ഈ പോയിന്റുകൾ, ഈ 8 സ്ഥാനങ്ങളിലുള്ളവർ ഒരു ബലം എപ്പോഴും അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിക്ക് ഇലക്ട്രോൺ എങ്ങനെയും കല പിടിച്ചിടുക, ഷോർട്ടേജാണ്. പുറത്ത് 8 കിട്ടുക എന്ന് പറഞ്ഞാൽ ഷോർട്ടേജാണ്. ആറ്റവും ഇലക്ട്രോണും എണ്ണം, ഇലക്ട്രോണും പ്രോട്ടോണും എണ്ണം കണക്കാണ്, അതിൽ ഷോർട്ടേജ് ഒന്നുമില്ല. പക്ഷേ ഈ 8 ഉണ്ടാക്കാനുള്ളതിൽ ഷോർട്ടേജാണ്. എല്ലാത്തിലും ഭൂരിപക്ഷത്തിൽ 8 ഇല്ല. അപ്പോൾ 8 ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് എല്ലാ ആറ്റങ്ങളും ഉള്ളത്. അതിൻ്റെ ആ ഒരു പ്രേരക ശക്തി, ആ 8 സ്ഥലങ്ങളിൽ ആക്ട് ചെയ്യുന്ന പ്രേരക ശക്തിയാണ് വേദങ്ങൾ എടുത്ത് കാണിക്കുന്നത്. പക്ഷെ ആധുനിക സയൻസ് അങ്ങനെയൊന്നും പറയുന്നില്ല. 8 എണ്ണം വേണം, 8 ആക്കാൻ ശ്രമിക്കും, അങ്ങനെ കളഞ്ഞു. പക്ഷേ വേദം അങ്ങനെയല്ല. ആ ഫലങ്ങളെയും കൂടി എടുത്തുകൊണ്ടാണ് ബ്രഹ്മം തൊട്ട് നമ്മൾ സ്മൂത്തായിട്ട് ഒരു സ്ഥലവും വിടാതെ ആ പ്രേരക ശക്തികളെയും പിടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. ആധുനിക സയൻസിലും ആധുനിക മാനേജ്മെൻ്റ് ഉണ്ടെങ്കിലേ എൻജിനീയറിംഗ് സ്ഥാപനങ്ങൾ നടക്കുകയുള്ളൂ. എൻജിനീയറിംഗ് എന്ന് പറയുന്നതാണ് സയൻസ്. സയൻസ് കൊണ്ട് പ്രപഞ്ചം പോവില്ല. ഒരു വ്യവസായ സ്ഥാപനം സയൻസിലൂടെ, ഒരു റോക്കറ്റ് ഉണ്ടാക്കേണ്ട ഒരു സ്ഥാപനം സയൻസാണ്, ഫുള്ളി സയൻസാണ്.
പക്ഷെ അങ്ങനെ ഒരു റോക്കറ്റ് ഉണ്ടാകേണ്ട സ്ഥാപനം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും പൊളിറ്റിക്സും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥാപനം ഉയർന്ന് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും എല്ലാം ആവശ്യമുണ്ട്. അവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം, നിയന്ത്രിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷങ്ങൾ വേണം. പക്ഷേ ആ ശക്തിവിശേഷങ്ങളെ ഒന്നും സയൻസ് അംഗീകരിക്കുന്നില്ല. സയൻസ് പറയുന്നത് അതൊന്നും മാനേജ്മെൻറ്റ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും സയൻസ് അല്ല. പൊളിറ്റിക്സേ സയൻസ് അല്ല, അതൊന്നും സയൻസ് അല്ല, വെറും സയൻസ്. പക്ഷേ ഈ സയൻസ് മാത്രം ഉണ്ടെങ്കിൽ അവിടെ കിടക്കുകയേ ഉള്ളൂ. സയൻസിലെ കാര്യങ്ങൾ നടപ്പാക്കണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് അത് ടൈം വെച്ച് തന്നെ പറ്റുള്ളൂ. ടൈം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഗ്രഹങ്ങളെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ടൈം വെച്ചിട്ടേ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ ടൈമും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഒരു ടൈമിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാന് വേണം. അതിൻ്റെ ഇടയ്ക്കേ സയൻസിന് പങ്കുള്ളൂ. ഒരു എൻജിനീയറിംഗ് സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റും ഫിനാൻസും അഡ്മിനിസ്ട്രേഷനും എല്ലാം മോട്ടിവേഷൻ വേണം. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കോർഡിനേറ്റർ വേണം, സൂപ്പർവൈസർ വേണം, എൻജിനീയർ വേണം, മാനേജ്മെൻറ്റ് ആക്ച്വലി മനുഷ്യരെല്ലാം ഏകോപിപ്പിച്ച് ഒരുമാതിരി കൊണ്ടുപോകാൻ, തന്ത്രപൂർവ്വം കൊണ്ടുപോകാനുള്ള കഴിവ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ സയൻസുടെ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുമാതിരി പ്രപഞ്ച സൃഷ്ടിയും സയൻസ് ആണെങ്കിലും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ ബലങ്ങളുണ്ട്. ആ ബലങ്ങളിലൂടെയാണ് വേദം വളരെ ഭംഗിയായിട്ട് ഒന്നും വിടാതെ സ്മൂത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അതാണ് അഷ്ടദിക്പാലകർ. അത് തന്നെയാണ് ഒക്ടൽ ഗ്രൂപ്പ്. 8 സ്ഥാനങ്ങൾ ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്.